നവകേരള സദസ്സിൽ സുരക്ഷ ഒരുക്കിയ പോലീസുകാർക്ക് പ്രത്യേക സമ്മാനം. ക്രമസമാധാന പാലനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകും. സിവിൽ പോലീസ് ഓഫീസർ മുതൽ IG വരെയുള്ളവർക്കാണ് ഗുഡ് സർവീസ് എൻട്രി. ക്രമസമാധാന വിഭാഗം ADGPയുടേതാണ് നടപടി. നവകേരള യാത്ര പോലീസിനെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒന്നായിരുന്നു. മുഖ്യമന്ത്രിയുടെ യാത്ര എന്നതിനപ്പുറത്തേക്ക് ചലിക്കുന്ന ക്യാബിനറ്റ് തന്നെയായിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര സഞ്ചരിച്ചെത്തുമ്പോൾ ഒരു അനിഷ്ട സംഭവവും ഉണ്ടാകാതെ യാത്രയെ സംരക്ഷിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമ, ആ ഉത്തരവാദിത്വം കേരള പോലീസ് വിജയകരമായി നിറവേറ്റി എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മികച്ച സേവനം കാഴ്ചവെച്ചവർക്ക് GST നൽകാനുള്ള ഉന്നതതല തീരുമാനം. അതേസമയം പോലീസ് നടപടികൾ വ്യാപകമായി വിമർശനത്തിന് ഇടയാകുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ ലോക്കൽ പോലീസ് പിടിച്ചുമാറ്റിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മുഖ്യമന്ത്രിയുടെ ഗൺമാനും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും തല്ലിച്ചതച്ചത് പോലീസ് കേസെടുക്കാത്ത സംഭവത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒടുവിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കേണ്ടി വന്നു. മുഖ്യമന്ത്രിയാകട്ടെ ആവർത്തിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു സംഭവം താൻ കണ്ടിട്ടില്ല എന്നതാണ്. വളരെ വിചിത്രമായ ഒരു വാദമായിരുന്നു മുഖ്യമന്ത്രിയുടേത്. മറ്റൊന്ന്, DGP ഓഫീസിന് മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയറായ പ്രതിപക്ഷ നേതാക്കൾ അവരുടെ പ്രതിഷേധ പരിപാടി നടത്തുമ്പോൾ പ്രസംഗത്തിനിടെ തന്നെ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. ഒരു തവണയല്ല, പിന്നീട് കണ്ണീർ വാതകവും ജലപീരങ്കിയും ഉൾപ്പെടെ നേതാക്കൾക്ക് നേരെ പോലീസ് പ്രയോഗമായി വന്നു. അവിടെ ശ്വാസതടസ്സം ഉൾപ്പെടെ അനുഭവപ്പെട്ട നേതാക്കൾ കിട്ടിയ വാഹനങ്ങളിലാണ് ആശുപത്രികളിലേക്ക് പോയത്. ഒടുവിൽ KPCC പ്രസിഡന്റ് K. സുധാകരന് മുഖ്യമന്ത്രി സൈക്കോപാത്താണെന്ന് വരെ പറയേണ്ടി വന്നു. എന്നിരുന്നാൽ തന്നെയും പോലീസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ യാത്ര എത്തിയതോടുകൂടി പ്രതിപക്ഷ സംഘടനകളുടെ സമരവീര്യം കൂടുകയായിരുന്നു. അവിടെ വിവിധ പാർട്ടി പ്രവർത്തകർ തെരുവ് യുദ്ധം എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോയി. അവിടെയെല്ലാം പോലീസ് നേരിട്ടത് വലിയ വെല്ലുവിളിയാണ്. ആത്യന്തികമായി നോക്കുമ്പോൾ ഈ നവകേരള വാഹന വ്യൂഹത്തെ വളരെ സുരക്ഷിതമായി തിരുവനന്തപുരത്ത് എത്തിക്കാൻ പോലീസിന് സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച ഉദ്യോഗസ്ഥർക്ക് അംഗീകാരം നൽകാനാണ് ഉന്നതതല തീരുമാനം. VV വിനോദ്, News 18, തിരുവനന്തപുരം.